ശംസായിരിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 31-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് പരിശുദ്ധ കന്യാമറിയം വിശുദ്ധ യോസേഫുമായി തൻ്റെ വിവാഹ വാഗ്ദാനങ്ങളുടെ എല്ലാം പൂർത്തീകരണം കഴിഞ്ഞ് ദേവാലയത്തോട് വിടവാങ്ങുകയും നസ്രത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഭാഗമാണ്. ഇത് 1-ാമത്തെ വാല്യത്തിലെ 14-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. ആ വിവാഹ വാഗ്ദാനവും അതിനുശേഷം ആ നസ്രത്തിലെ വീടും പുരയിടവും എല്ലാം യോസഫിന് സ്ത്രീധനമായി കൊടുത്ത് ദേവാലയത്തോട് പൂർണ്ണമായിട്ട്, തീർച്ചയായും പരിശുദ്ധ കന്യാമറിയം 12 വർഷം ജീവിച്ച ആ ദേവാലയത്തോട് വിടവാങ്ങുന്നത് ദൈവാനുഭവത്തിൻ്റെ ദൈവം അവളുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയ ആ 12 വർഷത്തെ അനുഭവം, അതെല്ലാം അവൾക്ക് വിട്ടുപോരുന്നതിൽ ദുഃഖമുണ്ട്. അതുപോലെ തന്നെ അവിടെ അധ്യാപികയായിരുന്ന പനുവേലിൻ്റെ പുത്രി അന്ന ഒരു പ്രവാചികയും കൂടിയാണ്. അന്ന പരിശുദ്ധ കന്യാമറിയത്തെ മകളെ എന്ന് വിളിച്ച് സംബോധന ചെയ്യുമ്പോൾ ഒരു അധ്യാപിക മാത്രമല്ല, അമ്മയും കൂടി ആയിത്തീരുകയാണ്. അതുപോലെ അവിടുത്തെ മറ്റ് അധ്യാപികകളും സുഹൃത്തുക്കളും അവരെല്ലാം വിട്ടുപോരുന്നത് ആ പെൺകുട്ടിക്ക് വളരെയധികം ദുഃഖമാണ്. എങ്കിലും നിയമം അനുശാസിക്കുന്നത് വിവാഹ വാഗ്ദാനം കഴിഞ്ഞ 15 വയസ്സിൽ കൂടുതലായ പെൺകുട്ടി അവള് ഇസ്രായേലിൻ്റെ നിയമം അനുസരിച്ച് പോകണം. ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേലിൻ്റെ നിയമവും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും എല്ലാം ഒരുപോലെ നിറവേറുന്ന അനുഭവമാണ്. ദൈവം പറയുന്നത് എനിക്ക് നിന്നെ വേണമെന്ന് പറയുന്നു. അതോടൊപ്പം കന്യകയായി അവൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനുള്ള ആന്തരിക പ്രചോദനം. അതുപോലെ ഇസ്രായേലിൻ്റെ നിയമത്തിലെ സ്ത്രീകളെല്ലാം വിവാഹിതരാകണം. ഒരു കുട്ടിയെ ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കണം. ഈ എല്ലാ നിയമങ്ങളും ഒന്നു ചേരുന്ന ദൈവത്തിൻ്റെ നിഗൂഢമായ പദ്ധതി, അത് പരിശുദ്ധ കന്യാമറിയത്തിന് ആന്തരികമായി ബോധ്യമായി. അതുകൊണ്ട് അവൾക്ക് വലിയ ആകുലതയോ ഉത്കണ്ഠയോ ഒന്നുമില്ല. ജോസഫിനെ കുറിച്ചും ജോസഫിൻ്റെ നാസീർ വ്രതത്തെക്കുറിച്ചും അതെല്ലാം വലിയ അടയാളമായി അവൾ സ്വീകരിക്കുകയാണ്. അങ്ങനെ അവർ ദേവാലയത്തോട് വിട പറഞ്ഞ് നസ്രത്തിലേക്ക് യാത്രയാണ്. ഈ യാത്ര 12 വർഷം മുമ്പ് യോവാക്കീമും അന്നയും അവളെ ദേവാലയത്തിൽ സമർപ്പിച്ചതിൻ്റെ ഒരു മടക്കയാത്ര. ദേവാലയത്തിൽ സമർപ്പിച്ചതിന് ഒരു ദൗത്യമുണ്ടായിരുന്നു. മടക്കയാത്രയ്ക്കും ഒരു ദൗത്യമുണ്ട്. ദൈവത്തിൻ്റെ ആ പദ്ധതി. ആ വണ്ടിയിൽ സക്രിയായുണ്ട്, ജോസഫുണ്ട്, എലിസബത്തുണ്ട്. ഒരു വലിയ വണ്ടി. വലിയ വണ്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അന്നത്തെ രീതി അനുസരിച്ചൊരു കഴുതവണ്ടി ആവാം. ദീർഘദൂരം, അപ്പം മൂടികളുള്ള, വെയിലടിക്കാതിരിക്കുവാനുള്ള പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്ന ഒരു വണ്ടിയിൽ അവൾ ദേവാലയത്തെ തിരിഞ്ഞ് നോക്കി അതിനോട് വിട പറയുന്നു. അതിനുശേഷം അപരിചിതമായ നാട്ടിൽ കൂടിയുള്ള യാത്ര. അത് ചെന്നെത്തുന്നത് ആ നസ്രത്തിലെ ചെറിയ പട്ടണത്തിൻ്റെ വാതിലിലെത്തുമ്പോൾ തന്നെ അവരെ സ്വീകരിക്കുവാൻ ധാരാളം, ആ ചെറിയ പട്ടണം മൊത്തം അവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരാഹ്ലാദം
ഉച്ചസ്വരത്തിൽ പ്രകടിപ്പിച്ച് അവരെ സ്വീകരിക്കുകയാണ്. കുട്ടികളെല്ലാം പുഷ്പദളം വിതറി അവർക്ക് സ്വാഗതം ആശംസിക്കുന്നു. സ്ത്രീജനങ്ങൾ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ച്, പുരുഷന്മാര് പ്രത്യേകിച്ച് റബ്ബിയും എല്ലാം അവിടെ സന്നിഹിതമാണ്. അവരെ തലകുനിച്ച്, മേരി അവരുടെ ഹൃദയത്തിലുണ്ട്. കൊച്ചുകുട്ടിയായി, നസ്രത്തിൻ്റെ പുഷ്പമായി ഇപ്പോൾ അവൾ അവരുടെ ആ ജോസഫിൻ്റെ മണവാട്ടിയായിട്ടാണ് തിരിച്ചു വരുന്നത്. ജോസഫ് അവിടെ എത്താറാകുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ വീടുകളൊക്കെ ഇപ്പം വളരെ പരിമിതമാണ്. പറമ്പുകളെല്ലാം യവാക്യമിൻ്റെ അസുഖം അതിനുവേണ്ടിയുള്ള ചെലവിനായി പലതും വിറ്റു. വീടിൻ്റെ തന്നെ പ്രധാനപ്പെട്ട 3 മുറികൾ റോമാക്കാർ റോഡ് വിപുലമാക്കിയപ്പോൾ അത് നഷ്ടപ്പെട്ടു. അങ്ങനെ വളരെ ചുരുങ്ങിയ. അപ്പോൾ മേരി പറയുകയാണ്, എനിക്ക് ഏറ്റവും ചുരുങ്ങിയതും എനിക്ക് പ്രയാസമില്ല, ഞാൻ പുറത്ത് ജോലി ചെയ്ത് ജീവിച്ചു കൊള്ളാം. ഇത് ജോസഫിന് ഒരു വേദന കൊടുത്തു. ജോസഫ് പറയുകയാണ്, ആദ്യമായി ഞാൻ നിൻ്റെ അടുത്ത് ഒരു നിയമം പോലെ പറയുന്നു, നീ പുറത്ത് പണിക്ക് പോകാൻ പാടില്ല. നീ ഉള്ളിലെ തുണികൾ നെയ്യുകയോ വീട്ടിലെ പണികൾ ചെയ്യുകയോ മാത്രം മതി, ബാക്കിയെല്ലാം ഞാനുണ്ട്. എന്നിട്ട് അവർ നസ്രത്തിൻ്റെ ആ വീടിൻ്റെ പടിക്കലെത്തുമ്പോൾ 40-നും 50-നും വയസ്സ് ഇടയിലുള്ള 2 ദമ്പതികളും അവിടെയുണ്ട്. ഒന്ന് ജോസഫിൻ്റെ സഹോദരനായ അൽഫേസും ഭാര്യ മേരിയുമാണ്. അവർ വന്നത് മേരിയെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുവാനാണ്. കാരണം ഇവിടുത്തെ പരിമിതികൾ, വളരെ വർഷമായി ഒഴിഞ്ഞു കിടന്ന വീടിൻ്റെ കുറവുകളെല്ലാം. പക്ഷേ കന്യാമേരി അതിനെ വേറൊരു തരത്തിലാണ് കാണുന്നത്. ഞാൻ ജനിച്ചു വളർന്ന, എൻ്റെ മാതാപിതാക്കളുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഈ ഭവനം, ഇതെനിക്ക് വളരെ വിലപിടിത്തതാണ്. ഈ പുറത്ത് കാണുന്ന വലിയ കെട്ടിടങ്ങളല്ല, അതിൻ്റെ ആത്മാവ് എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്ന അനുഭവം, അത് ഞാൻ വേണ്ടുപോലെ ആസ്വദിക്കട്ടെ. അവിടെ ഇടറിയ സ്വരത്തിലുള്ള ഈ അപേക്ഷ അവർക്ക് നിരസിക്കാൻ പറ്റിയില്ല. മറ്റൊരു ദമ്പതികളെ, അതും അൽഫേസ് തന്നെയാണ് പേര്, ഇവരുടെ ഏറ്റവും അടുത്ത അയൽവാസികൾ. അൽഫേസിൻ്റെ ഭാര്യ സാറായും. അവർ പറയുകയാണ്, നിനക്ക് തൊട്ടടുത്താണ് എൻ്റെ വീട്, അങ്ങോട്ട് എപ്പോൾ വേണേലും വേലിയും വഴികളും ഒക്കെ നമുക്ക് ഒരുക്കാം. അങ്ങനെ നമുക്ക് ഒന്നിച്ച്, നീ നിരാശ്രയായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് കഴിയണ്ട, എപ്പോൾ വേണമെങ്കിലും വരാം. പരിശുദ്ധ കന്യാമറിയം അവർക്കൊക്കെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ്. ഈ സമയം വിശുദ്ധ ഔസേപ്പ് മേരിയെ ആ വീടിനുള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ വിശുദ്ധ ഔസേപ്പ് പറയുന്നുണ്ട്, എനിക്ക് നീ ഒരു വാഗ്ദാനം തരണം. നിന്റെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും ആവശ്യങ്ങളും ഒന്നും മറച്ചു വെക്കാതെ എന്നോട് പറയണം. നീ അകാരണമായി ദുഃഖിക്കാൻ പാടില്ല. നിന്റെ സന്തോഷം കൂടുതൽ വർദ്ധിപ്പിക്കാൻ നമ്മുടെ കൂട്ടായ്മയുള്ള ജീവിതം സഹായിക്കണം. അതുപോലെ വീട് വളരെ ചെറുതായതുകൊണ്ട് അടുത്തു തന്നെ, ഇതിനോട് ചേർന്ന് തന്നെ ഒരു പണിപ്പുര
അതാകുമ്പോൾ വീടിന് ശല്യമില്ലാതെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പണിപ്പുരയുമായി എനിക്ക് ഇവിടെ തന്നെ അവധി സമയങ്ങളിലും വിശ്രമ സമയങ്ങളിലുമെല്ലാം ഇവിടെ വന്നിരിക്കാം. സന്തോഷത്തോടെ മേരി അതിന് സമ്മതം കൊടുക്കുകയാണ്. ഒരുപക്ഷെ യോസേപ്പിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം സ്ത്രീധനമായി അവന് കിട്ടിയതാണ്. അവൻ ചോദിക്കേണ്ട പോലും കാര്യമില്ല. ഇവിടെയാണ് രണ്ട് എളിമയുള്ള മനസ്സുകൾ തമ്മിലുള്ള ഒരു വിവാഹം, ആത്മാവിൻ്റെ വിവാഹമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്, യോസേപ്പിനോടും ചോദിക്കുന്നു, നിങ്ങളുടെ വിവാഹം ഉടനെ തന്നെ നമുക്ക് നടത്താം. അപ്പോൾ യോസേപ്പ് പറയുകയാണ്, വിശുദ്ധ കന്യാമറിയത്തിന് ആ ചൂടിന് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി കമ്പിളി വസ്ത്രങ്ങളൊന്നുമില്ലാതൊക്കെ കുറച്ച് അവള് നെയ്യാൻ വേണ്ടിയുമൊക്കെ. മേരിക്ക് പ്രായവുമായിട്ടില്ല, 1 വർഷം കൂടി. അപ്പോൾ അവരാശ്ചര്യപ്പെടുകയാണ്. ഇതുപോലുള്ള സൗന്ദര്യമല്ല ഒരു പുഷ്പത്തെ കിട്ടിയിട്ടും അത് കുറച്ചുകൂടെ താമസിക്കാൻ. യോസേപ്പിനോട് പറയുകയാണ്, നീ വ്യത്യസ്തനാണ്, നിന്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്, നീ കാണുന്നതെല്ലാം വ്യത്യസ്തമായി കാണുന്നു. അതിൻ്റെ ഉറവിടം ദൈവീകം തന്നെയാണ്. അപ്പോൾ ജോസഫ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, വലിയൊരു സന്തോഷം, അത് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞ് മതി എന്ന് പറയുമ്പോൾ ആ സന്തോഷത്തിൻ്റെ ആസ്വാദനം കൂടുതൽ ഇമ്പമുള്ളതായി മാറുന്നു. അപ്പം ഇതാണ് വാസ്തവത്തിൽ ആ തിരുകുടുംബത്തിൻ്റെ അടിത്തറ. ഇവിടെ നമ്മൾ അവരുടെ യാത്രയെക്കുറിച്ചും ആ യാത്ര കൊണ്ടെത്തിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും ഇനിയുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ചുമെല്ലാം ഒരടിത്തറയായിട്ട് നമ്മൾ കാണുകയാണ്. നമുക്ക് അടുത്ത പരമ്പരയുടെ ഭാഗത്ത് ആമുഖത്തിന് മുമ്പുള്ള 2 ഭാഗം കൂടി നമ്മൾ ഇതിനെക്കുറിച്ച് ധ്യാനിക്കും. അത് കഴിഞ്ഞ് ആമുഖം കഴിഞ്ഞുള്ള വിശുദ്ധ ലിഖിതങ്ങളിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പുള്ള ആമുഖത്തിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് എത്തിച്ചെല്ലുന്ന ഇതിന് 2 ഭാഗം കൂടി ബാക്കിയുണ്ടെങ്കിലും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള സത്യങ്ങൾ നമ്മളെ അറിയിക്കുന്ന ഭാഗമാണ്. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ധ്യാനിക്കാം. ആമേൻ.